ഹലോ ഗൈസ്, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഞാൻ ഇത്ര രാവിലെ ഒന്നും എണീക്കലില്ല. എന്താ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി അവരെല്ലാം കോളേജിലെല്ലാം പോകുന്ന സമയത്ത് മാത്രമേ പൊളിച്ച് എണീറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കെല്ലാം വിടേണ്ടത് കൊണ്ട് എണീക്കാറില്ല. ഇപ്പം നല്ലോണം ലേറ്റായിട്ടാണ് എണീക്കൽ. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം രണ്ടാളും രണ്ട് സ്ഥലത്ത് പോയത് കൊണ്ട് രാവിലെ എൻ്റെ ആവശ്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലെ എണീക്കലൊന്നും ഇല്ല. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീക്കണം. കാരണം ഇന്ന് എൻ്റെ മോൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ദിവസമാണ്. ഒരാഴ്ചയായിട്ട് അവൻ ഇവിടെ ഉണ്ട്. അവനവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അവനിവിടെ നിൽക്കുന്നതാണ്. ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ ഇവിടുന്ന് വണ്ടി കയറണം. 2 ദിവസം കഴിയുമ്പം അവന് പ്രാക്ടിക്കലിന് പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഓൻ 3-4 വർഷത്തെ കോഴ്സാണ് ചെയ്യുന്നത്. അപ്പം 3 വർഷമായി ഇപ്പം തന്നെ. പിന്നെ ആ കോഴ്സ് കയ്യലോടുകൂടി ട്രെയിനിങ്ങിനെല്ലാം പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടൈം കിട്ടിയെന്ന് വരില്ല. മോൾ ഇതുവരെ എടുത്തില്ല. അവൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കരുതുകൊണ്ട് ഓക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ജോലിക്ക് ലീവൊന്നും കിട്ടുന്നുമില്ല. ശനി ഞായർ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓളത് നടന്നില്ല. അതുപോലെ ഇവനും ആയിപ്പോന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ എടുപ്പിക്കുമെന്ന്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതാണ്. പിന്നെ അങ്ങനെയല്ലേ പഠിക്കുവാന്ന് വെച്ചിട്ടൊന്ന് ആദ്യമായിട്ട് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓൻ എണീറ്റിനൊന്നുമില്ല. ഇനി ഓനെ വിളിക്കണം. ഞാൻ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചിട്ട് പിന്നെ സമയം 6:45. ഇവിടെ 8 മണിയാകുമ്പോഴത്തേക്ക് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിനി. ഞാൻ കണ്ണനെ വിളിക്കുമെന്ന്. പിന്നെ ഓനെ വിളിച്ചാൽ എന്താ പറയുക, എണീക്കുമെന്നറിയില്ല. ഇത് കേട്ട ടെസ്റ്റ് ആയതുകൊണ്ട് വേഗം എണീക്കുമായിരിക്കും. കണ്ണാ എണീക്ക്. എനിക്കിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകേണ്ടതില്ലേ? സമയം 6:30 കഴിഞ്ഞു. എണീക്ക്. കണ്ണൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ നേരത്തെ എണീറ്റിനി. സമയം 6:45 7 മണിയാവാനായിട്ടും കണ്ണൻ നല്ല ഉറക്കത്തിലാണ്. ഓനന്ന് ടെസ്റ്റിന് പോകേണ്ട എനിക്കൊന്നല്ല. എന്നിട്ട് ഓനങ്ങനത്തെ കൂട്ടൊന്നും കാണുന്നില്ല. കണ്ണ് എണീക്കുന്നില്ലേ? എണീക്കുന്നില്ലേ? എണീക്ക്. കണ്ണ, ഇന്നത്തെ ദിവസം നിനക്കെന്നാ പറയാനുള്ളത്? ടെസ്റ്റാണ്. പാസ്സാകണമെന്നാ? അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്യൂലേ? ട്രൈ ചെയ്യും. രാവിലെ തന്നെ ആയതുകൊണ്ട് പോകുന്നതിലിടക്ക് ചായ കുടിക്കാനെല്ലാം ബുദ്ധിമുട്ടാണ്. ഞാൻ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദോശക്കുള്ള അരിയെല്ലാം അരച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 ദോശയും ചുട്ട് ചായയും വെച്ച് കുടിച്ചിട്ട് പോകണം. ദോശക്ക് അടുപ്പത്ത് വെച്ചിട്ടാണുള്ളത്. പെട്ടെന്ന് തന്നെ ഒരു 3-4 ദോശ ചുട്ടെടുത്തിട്ട് ചായയും കുടിച്ചിട്ട് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്നു. അങ്ങനെ 2 ദോശ ചുട്ടെടുക്കട്ടെ. അധികമൊന്നും ആവില്ല. രാവിലെ തന്നെ അല്ലേ, അതുകൊണ്ട് അങ്ങനെ ആരും കഴിക്കൊന്നും ചെയ്യില്ല ദോശയൊന്നും. എന്നാലും 2 എണ്ണം ചുട്ടിട്ട് കൊടുക്കാഞ്ഞാൽ കുറേ ലേറ്റായിട്ടുണ്ടെങ്കിലും ആയതുകൊണ്ടല്ല. അപ്പം 2 ഉണ്ട്. കാറും ബൈക്കും 2 കൂടി എടുക്കുന്ന സമയത്ത് 2ൻ്റെ റോഡ് ടെസ്റ്റ് ഇതെല്ലാം ഒരു സമയമായി പോയി. അതുകൊണ്ട് ജസ്റ്റൊന്ന് ചെറിയ കാരണം ഇന്ന് പോകുന്നതിനെ പറ്റിയിട്ട് എന്താ പറയാനുണ്ടാ നോക്കിയട്ടെ. കുളിച്ച് വന്നതിന് ശേഷം പല്ലേക്ക് വന്നിട്ടാ. നമ്മളെല്ലാം സാധാരണ പല്ല് തേച്ചിട്ടാണ് കുളിക്കൽ. ഇത് ബാംഗ്ലൂരെ ഒരവസ്ഥയാണെന്ന് നമുക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയല്ല. അത് തല കുളിച്ചിട്ടുമില്ല പോലും. മുടി പറ്റി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് തല കുളിച്ചിട്ടുമില്ല. മേല് മാത്രം കഴുകിനി. പിന്നെ എങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ കോൺഫിഡൻസ് ആയിട്ടില്ല എനിക്ക്? കിട്ടൂലേ? എല്ലാം കിട്ടൂലേ? ഒന്നും പഠിക്കാനൊന്നുമില്ല. ഒന്നും പ്രശ്നമേ ഇല്ല. അമ്മയിലെടുത്തിട്ടില്ലേ, പിന്നെ എന്താ എനിക്ക് എടുക്കുന്നതിന്? അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും വേണ്ട. അങ്ങനെ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. കണ്ണൻ വണ്ടിയെടുത്ത് പുറത്തിറങ്ങി ഗേറ്റെല്ലാം ചാടിയിട്ട് നമ്മൾ പോകാൻ നോക്കുമെന്ന്. നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് കാണാം. വണ്ടി എടുത്ത് പോകണം. കുറച്ച് ലേറ്റായി. ലാസ്റ്റും കൂടി എല്ലാം റിസൾട്ടെല്ലാം വന്നിട്ടാകുമ്പോൾ എല്ലാം കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
തോന്നി. ഒരുപാട് ക്യൂ ഇപ്പം തന്നെയായി. ഞാനിങ്ങ് പുറത്താണുള്ളത്. നമുക്ക് പുറത്തേ നിന്നോടും തോന്നും. ക്ലാസ്സായി എന്നിട്ട് നേരെ പറശ്ശിനിലേക്ക് വന്നിട്ടുള്ളത്. പറശ്ശിനിൽ വന്നിട്ട് ഒന്ന് തോത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ബാംഗ്ലൂരേക്ക് പോക്കാണ്. നമ്മൾ പറശ്ശിനിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇതാ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ബാംഗ്ലൂരേക്ക് പോകണം. അപ്പോൾ വീട്ടിലെത്തിയാണ്. അങ്ങനെ പറശ്ശിനിൽ പോയി മുത്തപ്പനെയും കണ്ട് വഴിപാടൊക്കെ കഴിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നു. ഇവന് ഇന്ന് തന്നെ പോകേണ്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി തൊഴുത്ത് വന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.